കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുന്ന നേതാവാണ് എന്നിരിക്കെ ഇവിടെ പൂർണ്ണമായും എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുമോ? പ്രത്യേകിച്ച് ഹോമിസൈഡ് അടക്കം ആരോപണ വിധേയമാകുമ്പോൾ. ഞാനത് വസ്തുതയാണ് എന്ന അഭിപ്രായക്കാരനൊന്നുമല്ല, പക്ഷേ സംശയം ആർക്കും മനസ്സിൽ തോന്നാമല്ലോ. മഞ്ജുഷയ്ക്ക് സംശയമുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പല വശങ്ങളിൽ സംശയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇത് പൂർണ്ണമായും സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കട്ടെ എന്നൊരു നിഗമനത്തിലേക്കും എത്താമല്ലോ. അതിനുള്ള സ്കോപ്പില്ലേ അവിടെ? സ്കോപ്പിന് കുറവില്ല. പക്ഷെ നമ്മുടെ കോടതിയുടെ ചില മുൻകാല ചരിത്രങ്ങളും മുൻകാല കാഴ്ചപ്പാടുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോടതിയെ കൊണ്ട് ഇത് ചെയ്യിക്കേണ്ട ചുമതല ആർക്കാണ്? സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രസ്സിങ് വരണം. അതായത് ഇത് CBI അന്വേഷിക്കുകയാണ് നല്ലത്. ഇപ്പോൾ സിദ്ധാർത്ഥൻ വധക്കേസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് CBIക്ക് വിട്ടത്? അതുപോലെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരെ ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെയും മഞ്ജുഷ ഉന്നയിച്ച ആരോപണങ്ങളുടെയും ചുറ്റുപാടിൽ എന്തു വേണം? ഇത് CBI അന്വേഷിക്കണമെന്ന് ആര് പറയണം? സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയണം. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നത് 10% മാത്രമാണ്. കാരണം ഇപ്പോൾ SITയുടെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് ഈ കേസ് തൽക്കാലം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. അത് കോടതിയുടെ നിരീക്ഷണത്തിലാവാം. അതായത് ഹൈക്കോടതിയല്ല, കണ്ണൂരിലെ ജില്ലാ കോടതിയുടെ നിരീക്ഷണത്തിൽ വേണമെങ്കിൽ നടത്താമെന്നൊക്കെയുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം ഒരുപക്ഷെ ഹൈക്കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് വിടും. ക്രൈംബ്രാഞ്ചിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇപ്പോഴത്തെ SITയെ നിയന്ത്രിക്കുന്ന അതേ ആഭ്യന്തര വകുപ്പിൻ്റെ കൈകൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ടും നിലവിൽ ആവശ്യമായ ഒട്ടുമിക്ക തെളിവുകളും ഇതിനോടകം തന്നെ മാഞ്ഞ് തേച്ചു മാച്ചു പോയി എന്നുള്ളത് കൊണ്ടും അവിടെ പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണൂരിലെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത് എവിടെ? അവിടെ ഈ പോലീസ് എത്തുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പും ഈ ആത്മഹത്യാക്കുറിപ്പ് അവിടുന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ കയർ? ഇദ്ദേഹം ഒരാഴ്ച മുമ്പ് ദിവ്യ തൻ്റെ യാത്രയപ്പ് യോഗത്തിൽ വന്നിട്ട് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തും, അപ്പോഴെനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കയർ വാങ്ങിയിട്ട് വീട്ടിലൊന്നും സൂക്ഷിക്കില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ കയർ വാങ്ങിയത് എവിടെ നിന്നാണെന്ന് ഈ SIT ഇതുവരേക്ക് കണ്ടെത്തിയിട്ടില്ല. ഈ കയർ എവിടെ നിന്ന് ലഭിച്ചു? ഈ ആത്മഹത്യ ചെയ്യാനുള്ള കയർ ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യാക്കുറിപ്പ് ആരാണ് അവിടെ നിന്ന് മാറ്റിയത്? യഥാർത്ഥ അന്വേഷണ സംഘം വരുന്നതിന് മുമ്പോ ഇവരുടെ കുടുംബാംഗങ്ങൾ വരുന്നതിന് മുമ്പോ അവിടെ നിന്ന് ആര് മാറ്റി? അതുപോലെ തന്നെ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഈ പരിചിതനായ പ്രശാന്ത് എന്നാണ് പറയുന്നത്. പരിചയക്കാരനായ പ്രശാന്ത് എന്നോട് വന്നിട്ട് പരാതിപ്പെട്ടു, ഇത്തരത്തിൽ പെട്രോൾ പമ്പിൻ്റെ ലൈസൻസ് ADM വൈകിക്കുകയാണ്. ഇത്തരത്തിലൊരു പരിചയക്കാരൻ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഇത്തരത്തിലൊരു പെട്രോൾ പമ്പിൻ്റെ ലൈസൻസ് വൈകിപ്പിക്കുന്നതിന് ഇത്രയേറെ പ്രകോപിതയാകാൻ ദിവ്യയ്ക്കുണ്ടായ കാരണം എന്താണ്? അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ പെട്രോൾ പമ്പ്? ആരുടേതാണ് ഈ പെട്രോൾ പമ്പ്? ദിവ്യയ്ക്കും ദിവ്യയുടെ ഭർത്താവിനും ഈ പെട്രോൾ പമ്പിലുള്ള പങ്ക് എന്താണ്? അല്ലെങ്കിൽ കണ്ണൂരിലെ CPMൻ്റെ പ്രമുഖരായ ആരാണ് ഈ പെട്രോൾ പമ്പിൻ്റെ യഥാർത്ഥ ഉടമസ്ഥര്? എന്നോട് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ CBIയുടെ അന്വേഷണത്തിലൂടെ ഒരു പക്ഷേ കൊലപാതകമല്ല എന്ന് തെളിഞ്ഞാൽ പോലും പുറത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനക്കേടാർക്കാണ്? CPM എന്ന് പറയുന്ന പാർട്ടിക്കാണ്, കേരളം ഭരിക്കുന്ന സർക്കാരിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നഖശികാന്തം ഈ കേസ് CBI അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലെ സർക്കാർ വാദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ അസ്കർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശ്രീ അഭിലാഷ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരു ദീർഘകാലം ഈ പാർട്ടി, അതായത് ഇവിടുത്തെ സർക്കാർ ദിവ്യയെ അകത്തിട്ടു. എൻ്റെ ശ്രീ അസ്കർ 11 ദിവസമാണ്. ഈ 11 ദിവസത്തിനപ്പുറം ദിവ്യ, ഞാൻ ചാലഞ്ച് ചെയ്യാണ് താങ്കളോട്, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കേസിൻ്റെ അന്തിമ വിധി സുപ്രീം കോടതിയിൽ നിന്നോ വരുന്ന കാലഘട്ടത്തിൽ ഈ 11 ദിവസത്തിനപ്പുറം ഒരു ദിവസം പോലും ഈ ദിവ്യയ്ക്ക് ജയിൽ ശിക്ഷ ഈ വിഷയത്തിൽ അനുഭവിക്കേണ്ടി വരാത്ത വിധത്തിൽ ഈ കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടുന്ന തെളിവുകളെല്ലാം തന്നെ ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വസ്തുതയാണ്. നമുക്ക് മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടെങ്കിലും മഞ്ജുഷയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നമ്മളിലൂടെ ചപ്പറയിൽ കോടതിയിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷെ അത് സംഭവിക്കുമോ എന്നുള്ളത് വളരെയധികം സംശയത്തോടു കൂടി കാണുന്ന കേരളത്തിലൊരു നികുതിദായകനാണ് ഞാൻ. കാരണം ഇവർ ഈ കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ നിന്നും ഇറക്കാൻ പോകുന്നത് ഈ അസ്കറിനെ ഒന്നല്ല കേസ് ഏൽപ്പിക്കാൻ പോകുന്നത്. കോടികൾ പ്രതിഫലം വാങ്ങുന്നവർ വന്ന് ഈ കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടൊരു വാദമുഖം നിരത്തി കഴിഞ്ഞാൽ നമ്മുടെ കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു തീരുമാനം വരികയാണെങ്കിൽ അത്
CPM എന്ന് പറയുന്ന പാർട്ടി 35 വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു ശ്രീ നവീൻ ബാബുവിൻ്റെ അമ്മ എന്ന് പറയുന്നു. അത്തരത്തിലുള്ളൊരു പാർട്ടി കുടുംബത്തോട് ചെയ്യുന്ന ഈ മനുഷ്യനോട്, ഈ പാവപ്പെട്ട മനുഷ്യനോട് സത്യസന്ധനായി പോയി എന്നതുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ ഭാര്യയോടും 2 മക്കളോടും ചെയ്യുന്ന അങ്ങേയറ്റം അനീതിയായി പോകുമെന്നാണ് ശ്രീ അഭിലാഷ് എനിക്ക് പറയാൻ. ശരി, അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ്.